ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഇഗ്നോയിലിപ്പോൾ PG ഡിഗ്രി ആദ്യം ചെയ്തിരുന്നതാണ്. ഇപ്പോൾ PGയും ഇഗ്നോ തന്നെ ചൂസ് ചെയ്തു. അപ്പോൾ ഒരു ഏകദേശം ഒരു ഇഗ്നോനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഏകദേശം രൂപമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഗ്രാജുവേഷൻ ആ ഒരു ടൈമിലൊക്കെ എന്ന് വെച്ചാൽ എല്ലാം ഒറ്റക്ക് നമ്മളെല്ലാം നോക്കുക. നമ്മളിങ്ങനെ എന്താ പറയുക, ഓറിയന്റേഷൻ ക്ലാസ് അവിടെ പോയി നമ്മൾ റീജിയൺ സെന്ററിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യുക, എല്ലാം നമ്മൾ തന്നെ ചെയ്യണമല്ലോ എല്ലാ കാര്യങ്ങളും. നമുക്കൊരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനന്ന് എന്താ പറയുക, ലാംഗ്വേജിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കോഴ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഹെൽപ്ഫുള്ളായത് കുറച്ച് ക്ലാസ്സുകളൊക്കെ എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലും എന്താ പറയുക, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ നോക്കാറുണ്ട്. പഠിക്കാനുള്ളതൊക്കെ ഞാൻ നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ലേൺ വൈസ് അന്ന് എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. കുറേ എന്താ പറയുക, ഞാൻ BA ജനറലാണ് എടുത്തിരുന്നത്. അപ്പോൾ കുറേ ക്ലാസ്സുകൾ എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ, ലേൺ വൈസിൻ്റെ. അതൊക്കെ വെച്ച് പഠിച്ചിട്ടാണ് ഞാൻ എന്താ പറയുക എക്സാമിന് പോയിരുന്നത്. ചിലപ്പോൾ ബസ്സിലൊക്കെ ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ വായിച്ച് നോക്കി ക്ലാസ്സൊക്കെ നോക്കി പഠിച്ചിരുന്നതൊക്കെ. അങ്ങനെ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയാണ്, കാരണം ഒരു എന്താ പറയുക, ഒരു ഓർഡറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയത്ത്. എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെയാണെന്നോ എല്ലാം നമ്മൾ എന്താ പറയുക വർക്ക് ചെയ്യുന്ന സമയത്താണ് ഡിഗ്രിയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊരു കറക്റ്റ് ഓർഡറിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, ഇങ്ങനെ യൂട്യൂബിലൊക്കെ കുറേ ക്ലാസ്സുകളും ഇതൊക്കെ കണ്ട് നമുക്കൊരു ഒരു ഏകദേശം നമുക്കൊരു ഇത് കിട്ടിയായിരുന്നു. ആ ഒരു കോൺഫിഡൻസിലാണ് PG ചെയ്യാനും ഇഗ്നോ തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ വേഗം തന്നെ ഇഗ്നോ ചൂസ് ചെയ്തപ്പോൾ തന്നെ ഉടനെ തന്നെ എനിക്കൊരു എന്താ പറയുക, ഒരു സപ്പോർട്ടിന് എന്നുള്ള രീതിയിൽ ലേൺ വൈസാണ് ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്തത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടും ലേൺ വൈസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും കൂടി എന്നോട് പറഞ്ഞിരുന്നു ലേൺ വൈസ് നല്ല സപ്പോർട്ടാണെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് കുറേ ക്ലാസ്സുകൾ, ഓറിയന്റേഷൻ ക്ലാസ്സുകളിൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, ഒരു ഗ്യാപ്പൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് എന്താണ് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള സിലബസ് ഒക്കെ അറിയാം. ഓക്കെ, നമുക്കത് വേണമെങ്കിലും സെൽഫായിട്ട് പഠിക്കാം. അത് പഠിക്കാനുള്ള ഒരു എന്താ പറയാ, അത്രയും കാലിബർ ആയിട്ടുള്ള ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതേസമയം ഒരു ഗ്യാപ്പൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് അവർക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ഒരു 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 എത്തും പിടി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതലും എന്താ പറയാ, ലേൺ വൈസ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അലുമിനീസിൻ്റെ ഒക്കെ ആ ഒരു സെഷൻ തന്നെ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ലേൺ വൈസ് അവരുടെ ഒരു ഇതിൽ സപ്പോർട്ടീവ് ആയിരുന്നുള്ളത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് എന്താ പറയുക, ഒരു മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ ഒരു ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഒക്കെ നിങ്ങൾ നന്നായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമുക്കൊരു എന്താ പറയുക, ഒരു ഗൈഡ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ട്യൂട്ടർ ചെയ്തു തരേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഉണ്ടാവുന്ന തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും ഇത് എന്താ പറയുക, ഞങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു ഒരു 2 years. അത് ലേൺ വൈസിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിക്കുന്നു.